നോട്ട് ഈക്വൽ ടു 0 വരുന്നപ്പോഴായിരിക്കും യുണീക്ക് സൊല്യൂഷൻ വരുമ്പോൾ. ഇവിടെ പറഞ്ഞേക്കണം നോ യുണീക്ക് സൊല്യൂഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. യുണീക്ക് സൊല്യൂഷൻ അല്ല എങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആവാം, നോ സൊല്യൂഷൻ ആവാം. ആ സിറ്റുവേഷനിലൊക്കെ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ 0 ആയിരിക്കും. എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 3/3 സാറ്റിസ്ഫൈഡ് ചെയ്യും. അപ്പോൾ 3/2 ആൻസർ കിട്ടും അല്ലേ? ഇതിന് രണ്ട് സെയിം ആണ്. 3/2 ആൻസർ കിട്ടും. സി എന്ന് പറഞ്ഞാൽ 3/1. ഇത് ശരിയാവില്ല, കണ്ടോ? എനി റോ ഓർ കോളം ഇസ് എ സം ഓഫ് 2 or more elements. This can be expressed as split as sum of 2 or more determinants. Hello my dear students, welcome to Professor PC Thomas classes and Chaitanya classes. 2026 KEEM PYQ ഡിസ്കഷനിലേക്ക് കടക്കുകയാണ്. മാത്തമാറ്റിക്സിൽ നമ്മൾ ഇന്ന് ചെയ്യുന്നത് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന 12th വളരെ സിമ്പിളായിട്ടൊരു ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാം. ഒന്ന്, 2026 ഈ വർഷം കീം അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്കായിട്ട് CBSE സ്റ്റുഡൻസിനുള്ള ക്രാഷ് ബാച്ച് മാർച്ച് 13 സ്റ്റാർട്ട് ചെയ്യും. സ്റ്റേറ്റ് സിലബസ് കുട്ടികൾക്കുള്ളത് മാർച്ച് 18 സ്റ്റാർട്ട് ചെയ്യും. ഡെയിലി എക്സാം ഉണ്ടായിരിക്കും. ഓരോ ദിവസവും കവർ ചെയ്യുന്ന തിയറി ടോപ്പിക്കുകൾ, ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, എക്സാമിൻ്റെ ടൈം ടേബിളെല്ലാം നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് തന്നെ ലഭിക്കും. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ QR കോഡ് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ദെൻ ഇപ്പോൾ 11th 12th പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ തിയറി കൺസെപ്റ്റൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കാനും സ്കൂളിലേക്ക് ഹെൽപ്പിനും വേണ്ടിയിട്ട് എല്ലാ സബ്ജക്റ്റും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി ചാപ്റ്റർ വൈസ്, ടോപ്പിക് വൈസ് തിരിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തിയറി, മാത്തമാറ്റിക്സ് ഒക്കെ ആണെങ്കിൽ എക്സസൈസിൽ NCERT ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് വർക്കൗട്ട് ചെയ്ത് ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് ചാനലിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ കിട്ടും. അത് നിങ്ങളുടെ പഠനത്തിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ദെൻ നമ്മുടെ ടോപ്പിക്കിലേക്ക് വന്നാൽ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. അതിനകത്ത് ഏകദേശം ഒരു 20 ക്വസ്റ്റ്യൻസോളം വന്നു. 3-4 ക്വസ്റ്റ്യൻസ് മെട്രിക്സിൽ നിന്നും ഡിറ്റർമിനൻസിൽ നിന്നും വരാം. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്ക്. നമുക്ക് 1 by 1 ആയിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, let A be a 3/3 matrix. B is equal to 3A. If determinant A is equal to 5, then the value of determinant of edge B by 3A. B is equal to 3A എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ determinant of edge of 3A divided by, അതല്ലെങ്കിൽ determinant of edge A is equal to determinant A raised to n-1 എന്ന റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. വേർ n is the order of the matrix. അപ്പോൾ ഇതിനകത്ത് 2 അഡ്ജ് വരുമെങ്കിൽ n-1 ഹോൾ സ്ക്വയർ വരും. 3 അഡ്ജ് വന്നാൽ n-1 ഹോൾ ക്യൂബ് വരും. അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു അഡ്ജേ ഉള്ളൂ. അപ്പോൾ n-1 മതി. ഹോൾ സ്ക്വയർ ഹോൾ ക്യൂബിൻ്റെ ഒന്നും ആവശ്യമില്ല. n എന്ന് പറയുന്നത് 3 ആണ്, ഓർഡർ 3 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിറ്റർമിനൻറ്റ് B ഹോൾ റൈസ് ടു 2 ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് 3A എന്ന് എഴുതാം. ഓക്കെ, ഓർഡർ 3 ആണ്. അപ്പോൾ 3-1 2 കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3A എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിറ്റർമിനൻറ്റ് ഓഫ് 3A the whole square by determinant of 3A which is equal to determinant of 3A എന്ന് എഴുതാം. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്നുണ്ട് determinant of KA is equal to what? K raised to n into determinant A. ഈ റിസൾട്ടുകളെല്ലാം പഠിക്കണം കേട്ടോ. എല്ലാ എൻട്രൻസ് എക്സാമിനും സ്ഥിരമായിട്ട് ആവശ്യം വരുന്നതാണ്. വേർ n is the order. Here 3 raised to 3 ഓർഡർ 3 ആണ്. ഇൻറ്റു ഡിറ്റർമിനൻ്റ് A 5 ആണ്. So answer become 27 into 5. That is 135. 27 into 5, 135 is the answer. ആ പ്രോപ്പർട്ടീസ് എല്ലാം അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഡയറക്റ്റ് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ദിസ് ഈസ് എ 3/1 മെട്രിക്സ് അല്ലേ? 3 rows 1 column.
3 rows 1 column. ഇത് എത്രയാണ് ഓർഡർ? ഇത് 3/2 ഇൻറ്റു 2/1 അല്ലേ? 2 rows 1 column. നിങ്ങൾക്കറിയാം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ m/n-ഉം n/p ഓർഡറാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളവും സെക്കൻഡിൻ്റെ നമ്പർ ഓഫ് റോയും സെയിം ആയിരിക്കണം. ഇവിടെ അത് പ്രശ്നമില്ല, 2 2 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? m/p ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുമ്പോൾ 3/1 ആയിരിക്കും. യെസ്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്താൽ -1 × 7 -7 8 × 2 16 16 - 7 9 അല്ലേ? അടുത്തത് 3 × 7 21 21 - 32 21 - 32 -11. അടുത്തത് 7 × 5 -35 +48 ദാറ്റ് ഈസ് 13. അത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ വെറുതെ എഴുതിയെന്നേ ഉള്ളൂ. വിച്ച് ഈസ് ഈക്വൽ ടു ആൽഫ ബീറ്റ 13. If two matrices are equal, then their corresponding elements are equal. Alpha equal to 9, beta equal to 11. So 9 - 11. Answer become -2. Simple question ആണ്. Matrix multiplication order ഒന്ന് അറിഞ്ഞിരിക്കണം. See, if this matrix is singular, singular ആണെങ്കിൽ determinant equal to 0 എന്ന് നിങ്ങൾക്ക് അറിയാം. Determinant 8 - k 2 -2 4 - k is equal to 0. Singular, matrix is singular, then determinant equal to 0. Cross multiply. 8 - k into 4 - k plus 4 is equal to 0. Then 8 - k into 4 - k is equal to -4. ഒന്നുകിൽ നിങ്ങൾക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ആക്കി മാറ്റാം, എന്നിട്ട് കെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഓപ്ഷനിൽ നിന്ന് ചെക്ക് ചെയ്യാം. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പ്രോഡക്റ്റ് -4 കിട്ടുന്ന. അപ്പോൾ കെ എന്ന് പറയുന്നത് 4-നും 8-നും ഇടയിലായിരിക്കണം. ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് വന്നാലേ പറ്റുള്ളൂ. 4-നും 8-നും ഇടയ്ക്കുള്ള നമ്പർ 2 ഉണ്ട്, 5 6 6 ആയിരിക്കും നമുക്ക് ഓപ്ഷനിൽ കിട്ടുക. കാരണം 8 - k 6 2 കിട്ടും, ഇത് -2 കിട്ടും. 2 × -2 -4 പെട്ടെന്ന് കിട്ടും. അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക്കിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം ചെയ്യുക. Give the following system of equation. 3 ഇക്വേഷൻ തന്നിട്ടുണ്ട്. നോ യുണീക്ക് സൊല്യൂഷൻ. നിങ്ങൾക്കറിയാം ഇതിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ ഡിറ്റർമിനൻ്റ് എഴുതും. ഫസ്റ്റ് റോ 1 1 1, സെക്കൻഡ് റോ 2 3 - m, തേർഡ് റോ 3 5 3. ദിസ് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, നോട്ട് ഈക്വൽ ടു 0 വരുന്ന എപ്പോഴായിരിക്കും? യുണീക്ക് സൊല്യൂഷൻ വരുമ്പോൾ. ഇവിടെ പറഞ്ഞേക്കണം നോ യുണീക്ക് സൊല്യൂഷൻ എന്നാണ് പറഞ്ഞേക്കണം. യുണീക്ക് സൊല്യൂഷൻ അല്ല എങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആവാം, നോ സൊല്യൂഷൻ ആവാം. ആ സിറ്റുവേഷനിലൊക്കെ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ 0 ആയിരിക്കും. വേണമെങ്കിൽ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സിംപ്ലിഫൈ ചെയ്താൽ 1 × 9 + 5m -1 × 6 + 3m + 1 × 10 - 9 is equal to 0. Not 1 is equal to 0. Simplify this. 9 + 5m -6 - 3m + 1 is equal to 0. 3m - 5 - 3 2m, 10 - 6 that is -4. So m is equal to -2. Fourth option is correct. Direct question, simple. Next, x equal to a inverse into b. a തന്നിട്ടുണ്ട്, then x കണ്ടുപിടിക്കണം അല്ലേ? a inverse എന്ന് പറഞ്ഞാൽ ഫോർമുല നിങ്ങൾക്കറിയാം. 1/determinant a into adj a, that is a inverse, which is equal to determinant a is 1 - -2, that is 1/3 into adj a. ഡയഗണൽ എലമെന്റ് ഇന്റർചേഞ്ച് ചെയ്യുന്നു, മറ്റതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുന്നു, that is a inverse. Then x equal to a inverse into b. x equal to a inverse into b എന്ന് പറഞ്ഞാൽ 1/3 into 1 1
-2 1 ഇൻറ്റു ബി. ബി എന്ന് പറയുന്നത് എത്രയാണ്? 3 6 which is equal to 1/3 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 9 വരുന്നു അല്ലേ? 6 3 -6 6 0 വരുന്നു. അപ്പോൾ ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ വരും അല്ലേ? ഫസ്റ്റ് ഓപ്ഷൻ അതല്ലേ? 1/3 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ x1 is equal to 3 and x2 is equal to 0. x1 plus x2 is equal to 3 plus 0 9 കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ A1 A2 A3 എക്സെട്രാ GP. ഫസ്റ്റ് ടൈം തന്നിട്ടുണ്ട്, കോമൺ റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം. ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 2 ആണ്. സെക്കൻഡ് ടൈം AR എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 1/2 ദാറ്റ് ഈസ് 1. നെക്സ്റ്റ് ഈസ് 1 അല്ലേ? തേർഡ് ടൈം എന്ന് പറഞ്ഞാൽ AR സ്ക്വയർ. അപ്പോൾ A2 ആണ്. R സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 1/4 ദാറ്റ് ഈസ് 1/2. A4 എന്ന് പറയുമ്പോൾ AR ക്യൂബ് 2 ഇൻറ്റു 1/8 ദാറ്റ് ഈസ് 1/4 1. നെക്സ്റ്റ് A5 എന്ന് പറഞ്ഞാൽ AR റൈസ് ടു 4 2 ഇൻറ്റു 1/2 റൈസ് ടു 4 ദാറ്റ് ഈസ് 1/8. നെക്സ്റ്റ് 1/16 1 സീക്വൽ ടു ഒന്നുകിൽ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഫ്രം ഫസ്റ്റ് കോളം ഫ്രം C1 2 is taken common. ഫസ്റ്റ് കോളത്തിൽ നിന്ന് 2 ഔട്ട്സൈഡ് എടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? 2 ഔട്ട്സൈഡ് എടുത്താൽ ഇവിടെ 1 വരും, ഇവിടെ 1/4 വരും. എങ്കിലല്ലേ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/2 വരുള്ളൂ. ഇവിടെ എന്ത് വരും? ഇവിടെ 1/16 വരും അല്ലേ? 2 ഇൻറ്റു 1/16 1/8 വരും. 1 1/4 1/16. സെക്കൻഡ് കോളം നോ ചേഞ്ച്, തേർഡ് കോളം നോ ചേഞ്ച്. ഫസ്റ്റ് കോളത്തിൽ നിന്ന് 2 ഔട്ട്സൈഡ് എടുക്കുന്നു. ഡിറ്റർമിനൻസിനെ സംബന്ധിച്ചിടത്തോളം റോയിൽ നിന്നോ കോളത്തിൽ നിന്നോ നമുക്ക് കോമൺ ഔട്ട്സൈഡ് എടുക്കാം. മെട്രിക്സിൽ അത് പറ്റില്ല. കംപ്ലീറ്റ് ആയിട്ട് എല്ലാ എലമെൻറ്റിൽ നിന്നും ഔട്ട്സൈഡ് എടുക്കണം. 2 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 2 1/2 1/4 2 1/2 1/8 എന്ന് കിട്ടും. ഇപ്പം എന്താ സംഭവിച്ചത്? ദീസ് 2 കോളംസ് ബിക്കം സെയിം. 2 കോളം സെയിം ആണെങ്കിൽ ആൻസർ 0 വരും. സോ ഫിഫ്ത്ത് ഓപ്ഷൻ ഈസ് കറക്റ്റ്. നെക്സ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ, സിംഗുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡിറ്റർമിനൻറ്റ് കാണുന്നു. 8 + 4 ലാംഡ ഈക്വൽ ടു 0. ദെൻ ലാംഡ ഈസ് ഈക്വൽ ടു വാട്ട്? -2. ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ ലാംഡ ഈസ് ഈക്വൽ ടു -2. ഡിറ്റർമിനൻറ്റ് ഈസ് ഈക്വൽ ടു 0 സിംഗുലർ ആണെങ്കിൽ. നെക്സ്റ്റ് അത് സിമ്പിൾ ക്വസ്റ്റ്യൻ. ഡിറ്റർമിനൻറ്റ് ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഒന്നുകിൽ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് അലോങ് C1. അപ്പോൾ A ഇൻറ്റു 4 -0 അടുത്ത ടൈം 0 ആയിപ്പോയി. +1 ഇൻറ്റു ഇത് മാറ്റിക്കഴിഞ്ഞാൽ 1 + A ഈക്വൽ ടു 26. 4A + 1 + A ഈക്വൽ ടു 26. 5A ഈക്വൽ ടു 25. A ഈക്വൽ ടു 5. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടുന്നു. A ഈക്വൽ ടു 5. സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് B is the matrix of order 3/2. യെസ്, ബിയുടെ ഓർഡർ അവർ തന്നിട്ടുണ്ട്. എത്രയാണ്? 3/2. പിന്നെ എയുടെ ഓർഡർ നമ്മൾ കണ്ടുപിടിക്കണം. B ഇൻറ്റു A ഈക്വൽ ടു C എന്ന് തന്നിട്ടുണ്ട്. C be a matrix of order 3/3. സിയുടെ ഓർഡർ 3/3 ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ m/n-ഉം n/p മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് രണ്ടും സെയിം ആയിരിക്കണം അല്ലേ? അപ്പോൾ ഇവിടെ 2 ആണെങ്കിൽ ഇവിടെയും 2 വരണം, ശരിയല്ലേ? ഇത് രണ്ടും സെയിം ആവണം. ഇൻറ്റു ഇത് രണ്ടും സെയിം ആണെങ്കിൽ ആൻസർ കിട്ടുന്നത് എത്രയാണ്? ആൻസർ കിട്ടുന്നത് m/p ആയിരിക്കും. അതായത് ഫസ്റ്റ് 1-ഉം ലാസ്റ്റ് 1-ഉം ആൻസർ വരുന്നത്. ഫസ്റ്റ് 3 വരുന്നു, ലാസ്റ്റ് 3 വന്നാലല്ലേ ഇവിടെ ശരിയാവുള്ളൂ. സോ 2/3 ആയിരിക്കണം എയുടെ ഓർഡർ ഈസ് 2/3. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവണമെങ്കിൽ രണ്ടും സെയിം ആയിരിക്കണം. അപ്പോൾ ഇത് 2 ആണെങ്കിൽ ഇത് 2 വന്നാലേ മൾട്ടിപ്ലിക്കേഷനോട് സംഭവിക്കുകയുള്ളൂ. ഇനി ആൻസർ വരുന്നത് ഫസ്റ്റും ലാസ്റ്റും ആയതുകൊണ്ട് ഫസ്റ്റ് m ലാസ്റ്റ് p കൊടുത്തു. ദാറ്റ് ഈസ് 2/3. സെക്കൻഡ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിറ്റർമിനന്റ് ഓഫ് QP Q ഇൻവേഴ്സ് കണ്ടുപിടിക്കണം.
ഇത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ മതി. ഡിറ്റർമിനന്റ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ബി എന്ന് എഴുതാം, വിച്ച് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് ക്യൂ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് പി ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ക്യൂ ഇൻവേഴ്സ് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് ക്യൂ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് പി ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ക്യൂ ഇൻവേഴ്സ് എന്ന് എഴുതാം, ക്യൂ ഹോൾ ഇൻവേഴ്സ് എഴുതാം, ദാറ്റ് ഈസ് 1 ബൈ ഡിറ്റർമിനന്റ് ഓഫ് ക്യൂ എന്ന് എഴുതാം. Determinant of Q cancel, answer become determinant of P. Okay. Determinant of A inverse equal to determinant A whole raised to minus 1. ഒരു നമ്പർ റൈസ് ടു മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 ബൈ എന്ന് പറഞ്ഞ് എഴുതാം. ഇതെല്ലാം പ്രോപ്പർട്ടിയിലുള്ളതാണ്. അപ്പോൾ ഡിറ്റർമിനന്റ് പി കിട്ടും. അപ്പോൾ നമുക്ക് ഇനി ഡിറ്റർമിനന്റ് പി എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിനകത്ത് ഡിറ്റർമിനന്റ് പി വളരെ സിമ്പിളാണ്. ഡിറ്റർമിനന്റ് പി 1 ഇൻറ്റു 2 ഇൻറ്റു 3 ചെയ്താൽ മതി. അങ്ങനെ നിങ്ങൾക്ക് ആൻസർ 5th ഓപ്ഷൻ 6 കിട്ടും. എന്താ കാരണം എന്നറിയോ? ഈ മെട്രിക്സിന് ഒരു പ്രത്യേകതയുണ്ട്. ദിസ് ഈസ് എ ട്രയാങ്കുലർ മെട്രിക്സ്. ട്രയാങ്കുലർ മെട്രിക്സ് കണ്ടോ? ഇതിനകത്ത് അപ്പർ ട്രയാങ്കിൾ വന്നിരിക്കുന്നതുണ്ടോ? ലോവർ ട്രയാങ്കിളിലെല്ലാം 0 വന്നു. ഇൻ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്, അതായത് ലോവർ എലമെന്റ്സ് എല്ലാം 0 വന്നു. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഓർ ഇൻ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. അപ്പർ ട്രയാങ്കുലർ ആയാലും ശരി, ലോവർ ട്രയാങ്കുലർ ആയാലും ശരി, നേരെ തിരിഞ്ഞത് വന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 1 2 3 4 5 0 0 0 ഇങ്ങനെ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് വന്നാലും കുഴപ്പമില്ല. ഐദർ ഇൻ അപ്പർ ട്രയാങ്കുലർ ഓർ ഇൻ ലോവർ ട്രയാങ്കുലർ, ഇറ്റ്സ് വാല്യൂ ഓഫ് ദ ഡിറ്റർമിനന്റ് ഈസ്, ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്ന് വെച്ചാൽ ഈ ഡയഗണൽ എലമെന്റ്സിന്റെ പ്രോഡക്റ്റ് ആണ്. ഡയഗണൽ എലമെന്റ്സിന്റെ പ്രോഡക്റ്റ് എടുത്താൽ മതി. 1 ഇൻറ്റു 4 ഇൻറ്റു 5. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻ അപ്പർ ട്രയാങ്കുലർ ഓർ ലോവർ ട്രയാങ്കുലർ. ഒരു കാര്യം ശ്രദ്ധിക്കൂ കേട്ടോ, ഇപ്പോൾ ഇതിനകത്ത് താഴെയുള്ള എലമെന്റ് 0 വരരുത് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ അപ്പർ ട്രയാങ്കുലർ ഇത് ലോവർ ട്രയാങ്കുലർ ആണ്. അപ്പോൾ ലോവർ ട്രയാങ്കുലർ എന്ന് പറഞ്ഞാൽ എ ഐ ജെ ഈക്വൽ ടു 0 വെൻ ഐ ഗ്രേറ്റർ ദാൻ ഐ ലെസ് ദാൻ ജെ. ഇത് A12 ആണ്, 0 ആയിപ്പോയി. ഇത് A13 ആണ്, 0 ആയിപ്പോയി. ഇതിൻ്റെ പൊസിഷനാട്ടോ പറഞ്ഞത്. ഇത് A23 ആണ്, 0 ആയിപ്പോയി. ബാക്കിയുള്ള എലമെന്റ് 0 വരുമോ വരാതിരിക്കും അതെനിക്കറിയേണ്ട ആവശ്യമില്ല. ഇത്ര എലമെന്റ് 0 ആയിരിക്കണം. ഇത് ലോവർ ട്രയാങ്കുലർ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇൻ അപ്പർ ട്രയാങ്കുലർ ഓർ ഇൻ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്, ഇറ്റ്സ് ഡിറ്റർമിനന്റ് ഈസ് പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ എലമെന്റ്സ്. ഒന്ന് ഓർത്തിരുന്നോളൂ കേട്ടോ, ഇപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ അവർ പി തന്നിട്ടുണ്ട്. A പ്ലസ് A ട്രാൻസ്പോസ് ആണ് പി. അതിൻ്റെ ഹാഫ് എടുക്കണം, എന്നിട്ട് അത് ഓപ്ഷൻ ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് A പ്ലസ് A ട്രാൻസ്പോസ് ഒന്ന് കണ്ടു നോക്കാം. A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ 1 3 5 -6 8 3 -4 6 5 ഇത് ആഡ് ചെയ്യുന്നു. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ഇത് ആഡ് ചെയ്ത് എന്ത് കിട്ടും? 2 -3 1 3 16 9 1 9 10 ഇതാണ് എന്ത് പി എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തുനിന്നൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ആൻസർ പി ട്രാൻസ്പോസ് ഈക്വൽ ടു പി ആയിരിക്കും. അതെങ്ങനെ പെട്ടെന്ന് മനസ്സിലായി എന്ന് ചോദിച്ചാൽ, ഇത് സിമ്മട്രിക് മെട്രിക്സ് ആണ്. ഡയഗണൽ എലമെന്റ് എന്തും ആയിക്കോട്ടെ, ഡയഗണൽ അല്ലാത്ത എലമെന്റ്സ് നിങ്ങൾ നോക്കൂ. ഇത് കണ്ടോ? ഇത് -3 ആണെങ്കിൽ ഇത് 3 -3 3 ഇത് 1 1 അവിടെ ചെറിയ പ്രശ്നം വന്നല്ലോ. ഒരു സെക്കൻഡ് കേട്ടോ. 1 3 5 -6 8 3 -4 6 5 ഓക്കെ. ആഡ് ചെയ്യുന്നു 2 3 പ്ലസ് -6 -3 ആണ് വരുന്നത്. അതെവിടെ തെറ്റി? എനിക്ക് എവിടെ തെറ്റിയത്? കണ്ടോ? 3 പ്ലസ് -6 എന്ന് പറഞ്ഞാൽ -3 കിട്ടും കേട്ടോ. ഇവിടെ എനിക്ക് മിസ്റ്റേക്ക് പറ്റി, സോറി. ഇവിടെ -3 വരും. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഡയഗണൽ എലമെന്റ്സ് വെട്ടേക്കൂ. ബാക്കിയുള്ള എലമെന്റ് കണ്ടോ? -3 ആണെങ്കിൽ ഇത് -3, ഇത് 1 ആണെങ്കിൽ ഇത് 1, ഇത് 9 ആണെങ്കിൽ ഇത് 9 കണ്ടോ? ആ രീതിയിൽ വരുന്നത് സിമ്മട്രിക് മെട്രിക്സ് ആയിരിക്കും. രണ്ടും സെയിം ആയിരിക്കും. ഡയഗണലി -3 -3 1 1 9 9. സോ ഇറ്റ് ഈസ് സിമ്മട്രിക്.
അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കോ, പി ട്രാൻസ്പോസ് ഈക്വൽ ടു പി എന്ന് കിട്ടും, ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ പ്രോഡക്റ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് ഓപ്ഷൻ ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ സി ട്രാൻസ്പോസ്. സി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ 3/1 വരും, ഫസ്റ്റ് ഓപ്ഷൻ. എ എന്ന് പറഞ്ഞാൽ 3/3 വരും. ബി എന്ന് പറഞ്ഞാൽ 3/2 വരും. ഓക്കെ, ഇത് തമ്മിൽ പ്രോഡക്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ 3/2 കിട്ടും. അപ്പോൾ 3/1 ഇൻറ്റു 3/2 ആൻസർ കിട്ടും. അതായത് ഫസ്റ്റിൻ്റെ കോളോ സെക്കൻഡിൻ്റെ റോയും സെയിം ആയാൽ മതിയെന്ന്. ഇത് രണ്ട് സെയിം ആണ്, പ്രോഡക്റ്റിന് കുഴപ്പമില്ല. പക്ഷേ ഇത് പറ്റില്ല, ഇവിടെ ഇത് കണ്ടോ സെയിം അല്ല, അപ്പോൾ അത് പറ്റില്ല. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രോഡക്റ്റ് ഈസ് നോട്ട്, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയല്ലേ, നോട്ട് ഡിഫൈൻഡ്. നോട്ട് ഡിഫൈൻഡ്. സി ട്രാൻസ്പോസ്, ഞാൻ എഴുതിയതിൽ മിസ്റ്റേക്ക് വന്നു, മിസ്റ്റേക്ക് വന്നു കേട്ടോ. സി ട്രാൻസ്പോസ് അല്ല എടുക്കേണ്ടത്, സോറി കേട്ടോ. സി ട്രാൻസ്പോസ് നോക്കൂ, സി ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ 1/3 എടുക്കണം. റോയും കോളും ഇന്റർചേഞ്ച് ചെയ്യില്ലേ, 1/3 എടുക്കണം. അപ്പോൾ 1/3 വരും. യെസ്, ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കുഴപ്പമില്ല, ദാറ്റ്സ് ട്രൂ. അടുത്തത് നോക്കാം, എ ട്രാൻസ്പോസ്. എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ 3/3 ഇൻറ്റു എ എന്ന് പറഞ്ഞാലും 3/3 ഇൻറ്റു ബി. ബി എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഇൻറ്റു ബി. ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3/2. യെസ്, കുഴപ്പമില്ല. ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3/3 വരും. 3/3 ഇൻറ്റു 3, അത് കുഴപ്പമില്ല, ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഓക്കെ. തേർഡ് ഓപ്ഷനിലേക്ക് വന്നാൽ എ ഇൻറ്റു ബി. എ ഇൻറ്റു ബി മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല, 3 3 സെയിം ഓർഡർ ആണ്. എ ഇൻറ്റു ബി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 3/2 ഓർഡർ കിട്ടും. അതിൻ്റെ ട്രാൻസ്പോസ് ഇൻറ്റു സി ചെയ്യണം അല്ലേ. സി എന്ന് പറഞ്ഞാൽ 3/1 ആണ്. ഞാൻ ഓർഡർ മാത്രമായിട്ട് എഴുതണുള്ളൂ, അപ്പോഴും കുഴപ്പമില്ല. ഇതിന് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ 2/3 ആവും അല്ലേ. അപ്പോൾ 2/3 ഇൻറ്റു 3/1 കിട്ടും. യെസ്, മൾട്ടിപ്ലിക്കേഷൻ 3/3 കിട്ടും, അതും ഓക്കെയാണ്. എന്നാൽ ഫോർത്ത് ഓപ്ഷൻ നോക്കാം, എ ഇൻറ്റു ബി. എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 3/3 സാറ്റിസ്ഫൈഡ് ചെയ്യും. അപ്പോൾ 3/2 ആൻസർ കിട്ടും അല്ലേ. ഇതിന് രണ്ട് സെയിം ആണ്, 3/2 ആൻസർ കിട്ടും. സി എന്ന് പറഞ്ഞാൽ 3/1, ഇത് ശരിയാവില്ല കണ്ടോ. സോ ഫോർത്ത് ആണ് നോട്ട് ഡിഫൈൻഡ് വരുന്നത്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആകണമെങ്കിൽ ഫസ്റ്റ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളവും സെക്കൻഡ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോയും ഈക്വൽ ആവണം. ഫസ്റ്റ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളവും സെക്കൻഡ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോയും ഈക്വൽ ആവണം. എ ബി എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3, ദെൻ അഡ്ജ് ഓഫ് അഡ്ജ്. രണ്ട് അഡ്ജ് വരുന്നുണ്ട്. രണ്ട് അഡ്ജ് വന്നാൽ ഡിറ്റർമിനന്റ് എ റൈസ് ടു n-1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതണം. 3 അഡ്ജ് വന്നാൽ ഹോൾ ക്യൂബ് എഴുതണം. n ഇവിടെ 3 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 9 റൈസ് ടു 3-1 എന്ന് പറഞ്ഞാൽ 2 വരും. 2 സ്ക്വയർ വിച്ച് ഈസ് 9 റൈസ് ടു 4 വരും. ദാറ്റ് ഈസ് 81 ഇൻറ്റു 81 വരും. ഇത് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. ഞാനൊരു കാര്യം ചെയ്യുന്നു, ഓപ്ഷൻ എ മാർക്ക് ചെയ്യുന്നു. കാരണം ഫസ്റ്റ് ലെറ്റർ യൂണിറ്റ് പ്ലേസിൽ എന്തായാലും 1 അല്ലേ. 9 സ്ക്വയർ ഇൻറ്റു 9 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ 81 ഇൻറ്റു 81, 1 ഇൻറ്റു 1, യൂണിറ്റ് പ്ലേസിൽ എന്തായാലും 1 വരുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാൽ ഇതിൻ്റെ വാല്യൂ അവർ 0 കൊടുത്തിരിക്കുന്നു. ദെൻ എക്സ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചിന്തിക്കാം. ഇറ്റ് ഈസ് എ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. അപ്പറിലെല്ലാം 0 വന്നേക്കണുണ്ടോ. ഇൻ എ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻറ്റ്, ഈ ഡയഗണൽ എലിമെൻറ്റിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ മതി. അപ്പോൾ 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3 ഈക്വൽ ടു 0. ഡയഗണൽ എലിമെൻറ്റിൻ്റെ പ്രോഡക്റ്റ് എടുക്കുക. ഇത് 0 കിട്ടണമെങ്കിൽ വെരി സിമ്പിൾ, എക്സ് ഈക്വൽ ടു -2 ആൻഡ് -3. യെസ്, തേർഡ് ഓപ്ഷൻ വരും അല്ലേ. എക്സ് ഈക്വൽ ടു -2 ഓർ എക്സ് ഈക്വൽ ടു -3. ഇൻ എ ഡയഗണൽ മെട്രിക്സ് വാല്യൂ ഓഫ് ദ ഡിറ്റർമിനന്റ് ഈസ് പ്രോഡക്റ്റ് ഓഫ് ഇൻ എ അപ്പർ ട്രയാങ്കുലർ ഓർ ലോവർ ട്രയാങ്കുലർ. അപ്പർ ട്രയാങ്കുലറോ ലോവർ ട്രയാങ്കുലറോ ആണെങ്കിൽ ഡിറ്റർമിനന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ എലമെന്റ്സ് മതി. അടുത്ത ക്വസ്റ്റ്യൻ, ഐ പ്ലസ് എ ഇൻറ്റു. ഇത് സിംപ്ലിഫൈ ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നത് ഐ പ്ലസ് എ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും. ഐ പ്ലസ് എ ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും, 2 കിട്ടും, 3 കിട്ടും, 5 കിട്ടും. ദാറ്റ് ഈസ് ഐ പ്ലസ് എ.
4 മൈനസ് 3 2 മൈനസ് 1 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ മാത്രം പോരെ. എക്സ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ 2/2 ഈ പൊസിഷനിൽ. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 × 3 -9 -5 -14 കിട്ടും. സെക്കൻഡ് ഓപ്ഷൻ കിട്ടും. ഓക്കെ, മനസ്സിലായില്ലേ? നമ്മൾ വെറുതെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് സമയം കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് i + a. നിങ്ങൾക്കറിയാം എൻട്രൻസിന് സമയം വളരെ കുറവാണ്, സ്പീഡിൽ ചെയ്യണം. i + a ചെയ്തു. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കംപ്ലീറ്റ് ആൻസർ എഴുതി കഴിഞ്ഞാൽ ആദ്യത്തെ 8 പിന്നെ -5 പിന്നെ 22 ഒക്കെ കിട്ടും. അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സിൻ്റെ പൊസിഷൻ മാത്രമാണ്, വിച്ച് ഈസ് -14. എക്സിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതും ഇതോടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ 2 തന്നിട്ടുണ്ട്. എ ബി സി ആർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഡയറക്റ്റ് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. വേണമെങ്കിൽ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഡയറക്റ്റ് ചെയ്യുവാണ്. എ ഇൻറ്റു ബി സി -1 ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു. -1 ഇൻറ്റു സി -1 പ്ലസ് 1 ഇൻറ്റു 1 മൈനസ് ബി എ ഈക്വൽ ടു 2 എന്ന് കിട്ടുന്നു. ഇത് സിംപ്ലിഫൈ ചെയ്താൽ എ ബി സി -a - c പ്ലസ് 1 പ്ലസ് 1 മൈനസ് ബി ഈക്വൽ ടു 2 എന്ന് കിട്ടുന്നു. അപ്പം ഇതിനകത്ത് നമുക്ക് എന്ത് കിട്ടും? 1 + 1 2 വരും. ഈ 2ഉം കട്ടായി പോകുന്നു. എ ബി സി ഈക്വൽ ടു a + b + c എന്ന് കിട്ടുന്നു. സം ഓഫ് 3 നമ്പേഴ്സും അതിൻ്റെ പ്രോഡക്റ്റും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ട്രയൽ ആൻഡ് എറർ വഴി ആ നമ്പർ ഏതാണെന്ന് വേണമെങ്കിൽ നോക്കിയാലും മതി. a + b + സിയും a × b × സിയും ഈക്വൽ ആയിട്ട് കിട്ടുന്നത് ഒന്നുകിൽ 1 2 3. ശരിയല്ലേ? 1 2 3 അവർ പറഞ്ഞേക്കണേ എ ബി സി ആർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനെ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ എടുക്കും. നമ്മൾ പോസിറ്റീവ് ഇൻറ്റിജർ എടുത്തിട്ടുള്ളൂ. 1 + 2 + 3 6 കിട്ടും. 1 × 2 × 3 6 കിട്ടും. അപ്പോൾ a + b + c 6 എന്ന് എഴുതുന്നതിന് ഒരു പ്രശ്നമില്ല. ഇപ്പോൾ എ ബി സി ഏതെടുക്കണമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. 1 2 3 ഓർഡറിലൊന്നും എടുക്കണമെന്നില്ല. ഈ നമ്പർ 3 ആയിരിക്കും വരുന്നത്. ഈ കണ്ടീഷൻ ശരിയാവുന്നത്. വേറെ 1 4 2 ഒന്നും ശരിയാവില്ലല്ലോ. ഇല്ല. 4 3 വന്നാലൊന്നും ശരിയാവില്ല. വേറെ ഒന്നും ശരിയാവാൻ സാധ്യതയില്ല. ട്രയൽ ആൻഡ് എറർ വഴി നമ്പർ കണ്ടുപിടിച്ചിട്ട് ആൻസറിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിനകത്ത് ഡിറ്റർമിനൻറ്റ് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിറ്റർമിനൻറ്റ് സാധാരണ പോലെ ഫസ്റ്റ് റോയോ കോളോ വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. അതേസമയം പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് അതിനെക്കുറിച്ച് ഐഡിയ ഉള്ളവർക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എൻട്രൻസ് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഐഡിയ ഉണ്ടാവും. ഞാനൊരു സ്റ്റെപ്പ് വേണമെങ്കിൽ മാത്രം ഒന്ന് പറയാം. ഞാനൊരു ഐഡിയ ചെയ്യുകയാണ്. C1 gives, C1 എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ഫസ്റ്റ് കോളം. ഇത് സെക്കൻഡ് കോളം. ഇത് തേർഡ് കോളം. ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. C1 gives C1 + C2 + C3. ഇങ്ങനെ പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനുണ്ട്. കുറേ 6-7 പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡിനോ തേർഡിനോ ഒരു ചേഞ്ചും ഇല്ല കേട്ടോ. y + 1 x 1 x + 1 y. സെക്കൻഡ് തേർഡ് കോളം നോ ചേഞ്ച്. ഫസ്റ്റ് കോളത്തിനാട്ടോ ചേഞ്ച് വരുന്നത്. ദിസ് പ്ലസ് ദിസ് പ്ലസ് ദിസ്. അപ്പോൾ എക്സ് പ്ലസ് വൈ എ പ്ലസ് 1 വരും. അടുത്തത് ആഡ് ചെയ്യുമ്പോൾ നോക്കിയേ, ദിസ് പ്ലസ് ദിസ് പ്ലസ് ദിസ് 2x + 2y + 2 വരും. 2 പുറത്തേക്ക് എടുത്താൽ എക്സ് പ്ലസ് വൈ പ്ലസ് 1 വരും. അടുത്ത ആഡ് ചെയ്യുമ്പോൾ നോക്കിയേ, 1 + x + y വരും. 1 + x + y വരും. ശരിയല്ലേ? C1 gives C1 + C2 + C3. ഇപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഈ ഐഡിയ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് + y എന്ന് പറയുന്നത് -1 എന്ന് അവർ തന്നിട്ടുണ്ട്. ദേ ഗീവ് x + y ആസ് -1. അപ്പോൾ ഇവിടെ -1 വരും. അപ്പോൾ ഈ ടൈം 0 ആയി പോവില്ലേ? ഇവിടെ -1 വരും. ഇവിടെ -1 വരും. സോ ഫസ്റ്റ് കോളം കംപ്ലീറ്റ് 0 വരും. ഏതെങ്കിലും റോയോ കോളോ എല്ലാ എലമെൻറ്റും 0 ആണെങ്കിൽ ഡിറ്റർമിനൻറ്റിൻ്റെ ആൻസറും 0 തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് 4th ഓപ്ഷൻ കിട്ടും. ഇനി റോ ഓർ കോളം കംപ്ലീറ്റ് എലമെൻ്റ് ആർ 0, ഇറ്റ്സ് വാല്യൂ 0. ആൻസർ 4th ഓപ്ഷൻ കിട്ടും. ഓക്കെ, ഇതല്ലെങ്കിൽ പിന്നെ നമ്മളല്ലാതെ എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ കുറേ അധികം സമയം എടുക്കും. ആ പ്രോപ്പർട്ടീസൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ. വളരെ സിമ്പിളാണ്. കുറച്ച് പ്രോപ്പർട്ടീസ് ഇത് റോയിലും വേണമെങ്കിൽ ചെയ്യാം. ഞാൻ എന്തുകൊണ്ട് കോളത്തിൽ ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ ഇൻഫർമേഷൻ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ്. ഈ ഇൻഫർമേഷൻ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, വേണമെങ്കിൽ റോയിൽ ചെയ്യാം കേട്ടോ. ദിസ് പ്ലസ് ദിസ് ചെയ്താൽ 2x + y + 1 2y + x + 1. അതുകൊണ്ട് പ്രയോജനമില്ലല്ലോ. അതുകൊണ്ടാട്ടോ അങ്ങനെ ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ് എ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് എ റൈസ് ടു n-1 ഹോൾ സ്ക്വയർ. അപ്പോൾ 3-1 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് എ റൈസ് ടു 4 എന്ന് വരും. ഡിറ്റർമിനന്റ് എ നേരത്തെ പറഞ്ഞത് തന്നെ വീണ്ടും വരുന്നു. എത്ര പ്രാവശ്യം വന്നു എന്ന് നോക്കിയേ. ഇറ്റ് ഈസ് ആൻ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. താഴെ 0 വന്നിരിക്കുന്നു. ഇറ്റ് ഈസ് ആൻ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. സോ ഇതിന്റെ ഡിറ്റർമിനന്റ് ഈ ഡയഗണലിന്റെ പ്രോഡക്റ്റ് എടുത്താൽ മതി. -2 × 2 -4 × 1 which is -4. -4 the whole raised to 4, that is 2 raised to 8, that is 256. 2 raised to 8 256. പവർ നമുക്ക് ബൈ ഹാർട്ട് അറിയാം 2ന്റെ, അതുകൊണ്ട് അങ്ങനെ എഴുതിയെന്നുള്ളൂ. നെക്സ്റ്റ്, ഹാസ് യുണീക്ക് സൊല്യൂഷൻ. ഈ ഇക്വേഷന് യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കണം. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, അത് നോ യുണീക്ക് സൊല്യൂഷൻ ആയിരുന്നു. ഇവിടെ യുണീക്ക് ആയിരിക്കണം. അപ്പോൾ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. 1 - 2 1, 2 - 1 2, 1 2 ലാംഡ നോട്ട് ഈക്വൽ ടു 0 വരണം. ഓക്കെ, നോട്ട് ഈക്വൽ ടു 0 വരണം. ഇവിടെയും ഞാൻ വേണമെങ്കിൽ ഒരു പ്രോപ്പർട്ടി പറയാം. സാധാരണ പോലെ ചെയ്താലും കിട്ടും കേട്ടോ. ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന പ്രോപ്പർട്ടി ഇതാണ്. C1 gives C1 - C3. ഫസ്റ്റ് കോളത്തിൽ ഈ ചേഞ്ച് വരുന്നു. നോക്കിയേ, സെക്കൻഡിലൊരു മാറ്റവും ഇല്ല കേട്ടോ. സെക്കൻഡിലൊരു മാറ്റവും ഇല്ല. തേർഡിലും ഒരു മാറ്റവും ഇല്ല കേട്ടോ. ഫസ്റ്റിൽ വരുന്ന മാറ്റം നോക്കൂ. C1 - C3, 1 - 1 0, 2 - 2 0, 1 - ലാംഡ. ഓക്കെ, ദെൻ ഫസ്റ്റ് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു. ഫസ്റ്റ് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യാന്ന് വെച്ചാൽ 1 - ലാംഡ ഇൻറ്റു 1 - ലാംഡ ഇൻറ്റു ഇത് 0 ഇത് 0, 1 - ലാംഡ ഇൻറ്റു. അപ്പോൾ ഇത് വരുന്ന റോയും കോളവും മാറ്റി. ഇതൊക്കെ 0 ആയി പോയിട്ടോ ഫസ്റ്റ് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ. ദിസ് ഇൻറ്റു ദിസ്, ഏത് -4 + 1 നോട്ട് ഈക്വൽ ടു 0. ഇതെന്തായാലും 0 അല്ല എന്നറിയാം. അപ്പോൾ പിന്നെ 1 - ലാംഡ നോട്ട് ഈക്വൽ ടു 0, ദെൻ ലാംഡ നോട്ട് ഈക്വൽ ടു 1. ഫസ്റ്റ് ഓപ്ഷൻ. പ്രോപ്പർട്ടീസ് അറിയില്ലാത്തവരാ പ്രോപ്പർട്ടീസ് ഒന്ന് പഠിച്ചോളൂ. പഴയ NCERT ഉണ്ട്. ഏത് റെഫറൻസ് ബുക്കുകൾ നോക്കിയാലും ഉണ്ട്. സിമ്പിളായിട്ടുള്ള പ്രോപ്പർട്ടി, ഒത്തിരി ടഫായിട്ടുള്ളതൊന്നും വേണ്ട. പഠിച്ചില്ലെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഡയറക്റ്റായിട്ട് എക്സ്പാൻഡ് ചെയ്തോ ചിലപ്പോൾ 1-2 മിനിറ്റ് കൂടുതൽ എടുക്കുക. ഇതിനകത്തൊന്നും വലിയ കാര്യമായിട്ടൊന്നും സമയം എടുക്കുകയൊന്നുമില്ല. വലിയ വ്യത്യാസമൊന്നും വരില്ല. എന്തിനാണ് ഈ പ്രോപ്പർട്ടി എന്ന് ചോദിച്ചാൽ, നമ്മൾ മാക്സിമം നമ്പർ ഓഫ് സീറോസ് കൊണ്ടുവരാൻ ശ്രമിക്കും ഏതെങ്കിലും റോയിലോ കോളത്തിലോ. അപ്പോൾ ഈ സീറോസ് കൊണ്ടുവന്നാൽ നമുക്ക് എക്സ്പാൻഷൻ വളരെ എളുപ്പമാവും. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് പറഞ്ഞാൽ. എനി റോ ഓർ കോളം മാക്സിമം നമ്പർ ഓഫ് സീറോസ്, അപ്പോൾ അത് എക്സ്പാൻഷൻ വളരെ എളുപ്പം കിട്ടും. അടുത്തത് ഞാൻ ഇതിപ്പോൾ ഇതിൻ്റെ ആൻസർ x, y, t കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ. ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? സിമ്മട്രിക് എന്ന് അവർ പറഞ്ഞേക്കണേ. ഡയഗണൽ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, വിട്ടേക്കൂ. എന്തെങ്കിലും ആയിക്കോട്ടെ. സിമ്മട്രിക് ആവണമെങ്കിൽ ഇതും ഇതും ഈക്വൽ ആയിരിക്കണം. y = 2. അതുപോലെ തന്നെ ഇതും ഇതും ഈക്വൽ ആവണം. x = 4. ഇതും ഇതും ഈക്വൽ ആവണം. t = -3. സ്ക്യൂ സിമെട്രിക്കിന്റെ കാര്യം ഇവിടെ പറഞ്ഞേക്കാം. സ്ക്യൂ സിമെട്രിക് ആണെങ്കിലോ ഡയഗണലൊക്കെ 0 0 0, ഡയഗണൽ എല്ലാം 0 0 0. പിന്നെ മറ്റുള്ള എലമെന്റോ, ഇത് a ആണെങ്കിൽ ഇത് -a ആവണേ, അല്ലെങ്കിൽ ഇത് -a ആണെങ്കിൽ ഇത് a ആവണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും സൈൻ മാറി വരണം. ഇത് b ആണെങ്കിൽ ഇത് -b ആവണം, ഇത് c ആണെങ്കിൽ ഇത് -c ആവണം. സൈൻ ഓപ്പോസിറ്റ് ആയിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് നിന്ന് പെട്ടെന്ന് ആൻസർ കിട്ടി നമുക്ക്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന A ട്രാൻസ്പോസ് = A എന്ന് എഴുതി ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ആൻസർ കിട്ടും. x4 y2, x4 y2 z t -3, x4 y2 t -3. നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ മാർക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ A തന്നിട്ടുണ്ട്, B തന്നിട്ടുണ്ട്. a² = b, then the value of x. a² കണ്ടുപിടിക്കുക. a² കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ x011 ഇൻറ്റു x011 രണ്ടോടെ മൾട്ടിപ്ലൈ ചെയ്യൂ. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്തേ x² എന്ന് കിട്ടും. ഓക്കെ, അത് മതിയെന്നേ നമുക്ക്. ബാക്കി എന്തെങ്കിലുമൊക്കെ വന്നോട്ടെ. = 16 0 5 1. x² = 16, then x = +or -4. x² = 16, x = +or -4, that is +4. Answer third option.
ഓക്കെ, എക്സ് ഉള്ള ഒരു എലമെന്റ് മാത്രം ഞാൻ കണ്ടുപിടിച്ചു, ബാക്കിയുള്ളത് കണ്ടുപിടിച്ചില്ല കേട്ടോ. ആൻസർ കിട്ടിയാൽ മതിയല്ലോ, സമയം കളയണ്ടല്ലോ. നെക്സ്റ്റ്, ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ 0 തന്നിട്ടുണ്ട്. ദെൻ ഇവിടെയും പ്രോപ്പർട്ടിയാണ് ഞാൻ തൽക്കാലം അപ്ലൈ ചെയ്യുന്നത്, അതാണ് സിമ്പിൾ. എനി റോ ഓർ കോളം ഇസ് എ സം ഓഫ് 2 or more elements. This can be expressed as split as sum of 2 or more determinants. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഈ തേർഡ് കോളം നോക്കിയേ, 2 എലമെൻറ്റുകളുടെ സം വന്നിട്ടില്ലേ? അപ്പം ഞാൻ ഇതിനെ 2 ഡിറ്റർമിനൻ്റ് ആക്കി മാറ്റാമെന്ന്. 2 ഡിറ്റർമിനൻ്റ് ആക്കി മാറ്റാം. ശ്രദ്ധിച്ചോ, സംഗതി നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഡിറ്റർമിനൻ്റ് ഇത് പ്ലസ് അടുത്ത ഡിറ്റർമിനൻ്റ് ഇത്. എന്താ വ്യത്യാസം എന്ന് പറയാം. ഫസ്റ്റ് കോളത്തിൽ ഒരു മാറ്റവും ഇല്ല. ഫസ്റ്റ് കോളത്തിൽ നോ ചേഞ്ച്. ഫസ്റ്റ് കോളത്തിൽ നോ ചേഞ്ച്. സെക്കൻഡ് കോളത്തിലും ഒരു മാറ്റവും ഇല്ല. സെക്കൻഡ് കോളം നോ ചേഞ്ച്. സെക്കൻഡ് കോളം നോ ചേഞ്ച്. പിന്നെ എവിടെയാണ് ചേഞ്ച്? തേർഡ് കോളത്തിൽ. തേർഡ് കോളത്തിലെ ഫസ്റ്റ് എലമെന്റ് അല്ല ഇവിടെ എഴുതി. ഫസ്റ്റ് എലമെന്റ് എല്ലാം ഇവിടെ എഴുതുന്നു. സെക്കൻഡ് എലമെന്റ് എല്ലാം ഇവിടെ എഴുതുന്നു. ഞാൻ ആ -1 ആ മൈനസ് ഒന്നങ്ങ് പുറത്തേക്ക് എടുക്കുക കേട്ടോ. മൈനസ് ഒന്നങ്ങ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 1 1. ശരിക്കും ഇവിടെയെല്ലാം പ്ലസ് ഇട്ടിട്ട് -1 എന്ന് എഴുതണം. ആ മൈനസ് അങ്ങ് ഔട്ട് സൈഡ് എടുത്തു. അപ്പം ഇത്രയും ചെയ്തു. ഇപ്പം ആൻസർ കിട്ടുമോ? ആൻസർ കിട്ടില്ല. ഞാൻ ഇനി ഒരു കാര്യം ചെയ്യുകയാണ്. ഈ ഫസ്റ്റ് ഡിറ്റർമിനൻറ്റിൽ ഫസ്റ്റ് റോയിൽ നിന്ന് e⁻α എടുക്കുന്നു ഇൻറ്റു, അപ്പോൾ ഫസ്റ്റ് റോ എന്ത് വന്നു? 1 e⁻α e⁻²α. സെക്കൻഡ് റോയിൽ നിന്ന് e⁻β എടുക്കുന്നു 1 e⁻β e⁻2β. തേർഡ് റോയിൽ നിന്ന് e⁻γ എടുക്കുന്നു 1 e⁻γ e⁻2γ. ഓക്കെ, മൈനസ് മൈനസ്. ഈ ഡിറ്റർമിനന്റിൽ ചെറിയൊരു കാര്യം ചെയ്യാൻ പോവാ. എന്താണെന്നറിയാമോ? ഈ ഡിറ്റർമിനന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എലമെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറ്റുന്നു. ഓരോ ചേഞ്ചിലും ആൻസറിന്റെ സൈൻ മാറിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ ആദ്യത്തെ ചേഞ്ച് പറയട്ടെ. C1 C2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടു കേട്ടോ. C1 C2 അല്ല നമ്മൾ മാറ്റുന്നത്. അതെ, C1 C2 മാറ്റി. C2 C3 മാറ്റാം. യെസ്, ഫസ്റ്റ് കോളം അങ്ങനെ തന്നെ എഴുതുന്നു. e⁻α e⁻β e⁻γ. 1 1 1 e⁻2α e⁻2β e⁻2γ. ഓക്കെ, നോക്കൂ, ഇതങ്ങനെ തന്നെ എഴുതി. C2 C3 മാറ്റി എഴുതിയെന്ന് ഇന്റർചേഞ്ചിങ് എന്ന് പറയും. C2 ആൻഡ് C3 ആണ് ഇന്റർചേഞ്ച്. അപ്പോൾ ആൻസറിൽ മാറ്റം വരും കേട്ടോ, ഒരു മൈനസ് വരും. പക്ഷെ ഞാൻ ഒരു കാര്യം ഇവിടെ ചെയ്യാൻ പോവാം. ഇത് രണ്ടോടെ ഇന്റർചേഞ്ച് ചെയ്തു. അപ്പോൾ എന്ത് വരും? അത് ഇവിടെ ഒന്ന് പറഞ്ഞേ. 1 1 1 1. അതായത് C1 C2 ഇന്റർചേഞ്ച് ചെയ്യുന്നു. e⁻α e⁻β e⁻γ e⁻2α e⁻2β e⁻2γ. ശരിയല്ലേ? അതെ. ഇപ്പം എന്ത് സംഭവിക്കുന്നു അറിയോ? ഇപ്പം സംഭവിക്കുന്നത് ഇത് രണ്ട് സെയിം ആയി. അപ്പോൾ ഇവിടെ സൈനിന് മാറ്റം വരില്ല കേട്ടോ. റീസൺ എന്താ? 2 ചേഞ്ച് ചെയ്തു. ഒന്ന് C1 C2 C3 ചെയ്തു, അപ്പോൾ ഒരു മൈനസ് വന്നു. പിന്നെ ഇത് രണ്ടും ഒന്നോടെ ചെയ്തു, അപ്പോൾ മൈനസ് മൈനസ് അത് കോമ്പൻസേറ്റഡ് ആയിപ്പോയി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ടൈം ഉണ്ടല്ലോ, ഈ ടൈം e⁻α പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എന്ന് വരും. a⁻m ഇൻറ്റു a⁻m പ്ലസ് n, അത് 0 വരും. അപ്പോൾ ഈ ടൈം 1 ആയി പോവും. അപ്പോൾ ഇത് മൈനസ് ഇത് രണ്ട് സെയിം അല്ലേ? ആൻസർ ബിക്കം 0. ആൻസർ ബിക്കം 0. യെസ്, ഫിഫ്ത്ത് ഓപ്ഷൻ. ആൻസർ ബിക്കം 0. രണ്ട് ഡിറ്റർമിനൻസ് സെയിം ആവും. ആൻസർ ബിക്കം 0. ഫിഫ്ത്ത് ഓപ്ഷൻ. നെക്സ്റ്റ്, 3 പോയിന്റ്സ് കൊളീനിയർ എന്ന് പറഞ്ഞിരിക്കുന്നു. 3 പോയിന്റ്സ് കൊളീനിയർ. കൊളീനിയർ ആണെങ്കിൽ എന്ത് ചെയ്യാം? ഡിറ്റർമിനന്റ് 0 എഴുതാം, അല്ലെങ്കിൽ സ്ലോപ്പ് ഇക്വേറ്റ് ചെയ്യാം. എന്തായാലും കുഴപ്പമില്ല. ഈ ചാപ്റ്റർ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യാം. നമുക്ക് അതിലും എളുപ്പം 11th പഠിച്ച സ്ലോപ്പ് അല്ലേ, അത് നോക്കിയാലോ. ABC 3 പോയിന്റ്സ് കൊളീനിയർ ആണെങ്കിൽ സ്ലോപ്പ് ഓഫ് AB ഈക്വൽ ടു
സ്ലോപ്പ് ഓഫ് എ സി. സ്ലോപ്പ് എന്തെഴുതും? y2 മൈനസ് y1. അപ്പോൾ 1 പ്ലസ് 3 ബൈ x2 മൈനസ് x1 ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് എ സി 5 മൈനസ് 2 ബൈ 0 പ്ലസ് 3. ഓക്കെ, 3/3 കട്ടായി പോയി 1 കിട്ടും. 4 ബൈ എക്സ് മൈനസ് 2 സീക്കൽ ടു 1. 4 സീക്കൽ ടു എക്സ് മൈനസ് 2, എക്സ് ഈക്വൽ ടു 6 വരും. ഇപ്പം തെറ്റിയോ? എക്സ് ഈക്വൽ ടു 6 എന്നൊരു ഓപ്ഷൻ ഇല്ലല്ലോ. എക്സ് ഈക്വൽ ടു 6 എന്ന ഓപ്ഷൻ ഇല്ലല്ലോ. തെറ്റിയോ നോക്കട്ടെ കേട്ടോ. തെറ്റിയില്ലോ. ഇതിവിടെ തെറ്റിയില്ലേ? നോക്കാം. എ സി 5 മൈനസ് -3 വരും. ദാറ്റ് ഈസ് 5 പ്ലസ് 3 വരും. 0 മൈനസ് -2 വരും. ഇപ്പോൾ 0 മൈനസ് 2 വരും. 5 പ്ലസ് 3 8. 8 ബൈ -2 -4 വരും. അപ്പോൾ ഇതും കട്ട്. ഇവിടെ -1 വരും. അപ്പോൾ 1 ഈക്വൽ ടു -x പ്ലസ് 2 എന്ന് വരും. ഓക്കെ, ദെൻ -1 is equal to -x, x is equal to 1. ഞാൻ ആദ്യം എഴുതി തെറ്റിപ്പോയിട്ടോ. സോ x is equal to 1. അതല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ ഇവിടെ ഇടാൻ കാരണം ഡിറ്റർമിനൻറ്റ് ഏതാ? 2 മൈനസ് 3 1, x 1 1, 0 5 1 ഈക്വൽ ടു 0 എന്ന് എഴുതാമല്ലോ. 3 points are collinear. Then area of the triangle is equal to 0. ഡിറ്റർമിനൻറ്റ് വാല്യൂ ഈക്വൽ ടു 0. ഇങ്ങനെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഉള്ളത്. 23 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 6 എക്സാം 23 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഓൺ ആൻ ആവറേജ് 4 ക്വസ്റ്റ്യൻസ് വീതം ഒരു എക്സാമിന് വന്നിട്ടുണ്ടാവും. പക്ഷേ സിമ്പിളായിരുന്നു. ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ NCERT-യിൽ ഇല്ലാത്ത ടൈപ്പ് കണ്ടു. അതിൻ്റെ റിസൾട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. കീമിൻ്റെ ക്വസ്റ്റ്യൻസാണ്. കമ്പാരിറ്റീവ്ലി വളരെ സിമ്പിളാണ്. അടുത്ത ദിവസങ്ങളിൽ അടുത്ത ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസുമായിട്ട് എത്താം. ഓക്കെ, താങ്ക് യു. ബൈ ബൈ.